കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന ഒരു വിവാദമായ പ്രസ്താവന ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇ.പി. ജയരാജൻ. കണ്ണൂരിലെ മാത്രമല്ല, സംസ്ഥാന CPM രാഷ്ട്രീയത്തിലെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ. ആ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് ചേരാനുള്ള സമ്മതം അറിയിച്ചെന്നും ബി.ജെ.പിയിൽ ചേരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് മുൻ SFI സംസ്ഥാന അധ്യക്ഷനും കണ്ണൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗവും നിലവിൽ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനുമായ എ.പി. അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇ.പിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ബി.ജെ.പി സംസ്ഥാന നേതാക്കന്മാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇ.പി. ജയരാജനെ ബി.ജെ.പിയിൽ എടുക്കാതിരുന്നത് എന്നാണ്. നേരത്തെ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ CPM-നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇ.പിയുടെ ഒരു റിസോർട്ട്, ഇ.പി ആരോപണത്തിന്റെ അല്ലെങ്കിൽ സംശയമുനയിൽ നിന്ന കണ്ണൂരിലെ ഒരു റിസോർട്ട് പിന്നീട് കൈമാറ്റം ചെയ്ത് ബി.ജെ.പി നേതാവിനാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അതിനൊപ്പം അതിൽ ഒരു പടി കൂടി കടന്ന് ബി.ജെ.പിയുടെ മറ്റൊരു നേതാവ്, വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥ DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന ഒരു ആത്മകഥയിൽ വിവാദ ഒരു ഏടുണ്ടായിരുന്നു. തുടർന്ന് DC ബുക്സിനെ അതിൽ നിന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന DC ബുക്സ് പിൻവാങ്ങുകയും ചെയ്തു. അതായത് താൻ അറിയാതെയാണ് ഇത്തരത്തിൽ അവർ എഴുതി ചേർത്തതെന്നായിരുന്നു അന്ന് ഇ.പി. ജയരാജന്റെ പരാമർശം. കഴിഞ്ഞ ദിവസമാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ സദസ്സിന്, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സദസ്സിനെ സാക്ഷി നിർത്തി പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വിവാദമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ജയരാജൻ തന്നെ എഴുതി ചേർത്ത ഒരു ഭാഗമുണ്ട്. തന്റെ മകനെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി നേതൃത്വം ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വം അത്തരത്തിൽ തന്റെ മകനെ സമീപിച്ചിരുന്നു എന്ന ആത്മകഥയിൽ ജയരാജൻ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര ഒരു ഗൗരവമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊരു നേതാക്കന്മാരും ഇത് എടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവമുള്ള വിഷയമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് CPM-നകത്ത് ഇപ്പോൾ തന്നെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. CPM-ഉം ബി.ജെ.പിയും കേരളത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. ബി.ജെ.പിയുടെ ബി ടീമായി CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നെന്ന് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയിൽ ചേരാൻ ഇ.പി. ജയരാജന് ആഗ്രഹമുണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ മുതിർന്ന ഒരു ബി.ജെ.പി നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറെ ഗൗരവമുള്ള വിഷയമാണ്. കേരളം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അബ്ദുള്ളക്കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ ഇ.പി. ജയരാജന്റെയും പാർട്ടിയുടെയും പ്രതികരണം എന്തായിരിക്കും എന്നതിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. CPM-ന്റെ മുതിർന്ന നേതാവാണ് ഇത്തരത്തിൽ ബി.ജെ.പിയിൽ ചേരാൻ ബി.ജെ.പി നേതൃത്വത്തെ അങ്ങോട്ട് സമീപിച്ചത്. കാരണം ബി.ജെ.പി നേതൃത്വം ഇ.പിയെ സമീപിച്ചതല്ല, ഇ.പി. ജയരാജൻ ബി.ജെ.പി നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇ.പി. ജയരാജന്റെയും CPM-ന്റെയും പ്രതികരണം എന്തായിരിക്കും? ആ പ്രതികരണത്തിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്.